കർത്താവ് നമ്മോട് കാണിക്കുന്ന എല്ലാ വിശ്വസ്തതയ്ക്കും കർത്താവിൻ്റെ സ്നേഹത്തിനും 1000 നന്ദി കർത്താവിന് അർപ്പിക്കുന്നു. നമുക്ക് ഇനിയും മുമ്പോട്ട് ഇനിയും അധികം സഞ്ചരിക്കാനുണ്ട്, അധികം ദൈവത്തിൻ്റെ കൃപകൾ അനുഭവിപ്പാനുണ്ട്. അതെല്ലാം അനുഭവിക്കേണ്ട അവസരം കർത്താവ് ഒരുക്കട്ടെ. പ്രാർത്ഥനയോടും ഉപവാസത്തോടും ദൈവമക്കൾ കാണിക്കുന്ന എല്ലാ ആർത്തികൾക്കായി കർത്താവിനെ സ്തുതിക്കുന്നു. ഇനിയും നമുക്ക് ചില ദിവസം കൂടി ദൈവസന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിക്കേണ്ടതുണ്ട്. ദൈവം അതിനു വേണ്ടി ഉത്സാഹിപ്പിക്കട്ടെ. ആരും ക്ഷീണിച്ചു പോയില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാവരും ധൈര്യവും ബലവും ഉണ്ടെന്ന കൃപയ്ക്ക് ആ ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവ് ആദരിക്കട്ടെ. നാം ഈ ഉപവാസ പ്രാർത്ഥനയിൽ നാം ചിന്തിച്ച വചനത്തിൻ്റെ അടിസ്ഥാനം നമുക്കറിയാം. യോശുവയുടെ പുസ്തകം 10-ാം അധ്യായത്തിന് 12-ാമത്തെ വാക്യം മുതൽ അതിൻ്റെ 14-ാമത്തെ വാക്യം വരെയാണ്. ഒരു പ്രകാശം അല്ലെങ്കിൽ ഒരു വെളിച്ചമുണ്ടെങ്കിൽ ഒരു യുദ്ധം വിജയിക്കത്തുള്ളൂ എന്ന അടിസ്ഥാനത്തിൽ ഒരു വെളിച്ചം ഉണ്ടാക്കാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ ദാസനായ യോശുവയുടെ നാവിനെ ദൈവം ഉപയോഗിച്ചു എന്നാണ് നമ്മുടെ പ്രമേയം. അപ്പോൾ യോശുവയ്ക്ക് തൻ്റെ നാവിനെ ഉപയോഗിപ്പാൻ ദൈവം അധികാരം കൊടുത്തതുകൊണ്ട് 24 മണിക്കൂർ വെളിച്ചത്തെ നിർത്തേണ്ട അധികാരം ദൈവാത്മം നൽകി. അത് ഇന്ന് വരെയും വൃത്താന്ത പുസ്തകത്തിനകത്ത് അത് രേഖപ്പെടുത്തിയിരിക്കുന്നു. അതൊരു ചരിത്രമായിരുന്നു. ഞാൻ എൻ്റെ മെസ്സേജിൻ്റെ അവസാന ഭാഗം വരുമ്പോൾ ഞാൻ ആ വിഷയത്തിൻ്റെ ബേസ്മെൻ്റ് ഇടാൻ തക്കവണ്ണം അല്ലെങ്കിൽ ആ ആഴമായ ഒരു വെളിപ്പാട് പറയാൻ തക്കവണ്ണം എനിക്ക് പറ്റുമെന്ന് തോന്നുന്നു. കർത്താവ് നമ്മെ ആദരിക്കുമാറാകട്ടെ. നാം കഴിഞ്ഞ ദിവസം മുതൽ നാം ചിന്തിച്ച 2 ആശയങ്ങൾ കൂടെ ഇന്ന് രാത്രിയിൽ ദൈവമക്കളുടെ ആത്മമണ്ഡലത്തിൽ അതല്ലെങ്കിൽ ഉറപ്പിച്ച് നിങ്ങളെ ബൂസ്റ്റ് ചെയ്യാൻ ഞാൻ ആ വചനത്തെ അതുപോലെ എടുപ്പാൻ ആഗ്രഹിക്കുന്നു. നാം കഴിഞ്ഞ ദിവസം ചിന്തിച്ചത് അതിൻ്റെ പുറപ്പാട് പുസ്തകം 3-7-ാമത്തെ വാക്യത്തിനകത്ത് നമ്മുടെ കഷ്ടതയെ കണ്ടവനായ കർത്താവ്, നമ്മുടെ കഷ്ടതയെ കേട്ടവനായ കർത്താവ്, നമ്മുടെ കഷ്ടതയെ അറിഞ്ഞവനായ കർത്താവ്. അത് കണ്ടതുകൊണ്ടും കേട്ടതുകൊണ്ടും അറിഞ്ഞതുകൊണ്ടും 430 വർഷത്തിൻ്റെ ഒരു കഷ്ടതയുടെ പീരീഡ് നമുക്കവിടെ കാണുന്നു. അവിടെ നിന്നും തൻ്റെ ജനത്തെ വിടുവിപ്പാൻ വിക്കനായ മോശയുടെ നാവിനെ ദൈവം ഉപയോഗിച്ചു എന്നാണ് നാം ഇന്നലെ കേട്ട ദൈവത്തിൻ്റെ വചനം. അതുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ന് രാവിലെ നാം ചിന്തിച്ച വചനത്തിൻ്റെ വെളിപ്പാട് അബ്രഹാമിനെ തൻ്റെ കൽദയ പട്ടണത്തിൽ നിന്നും ദൈവം വിളിച്ചു വേദനിച്ച് തന്നെയും ദൈവം ഉപയോഗിച്ചത് ഒരു വിശുദ്ധ ജനം ദൈവത്തിന് വേണം എന്നതുകൊണ്ടാണ് ദൈവത്തിൻ്റെ ആത്മാവ് അബ്രഹാമിനെ കർത്താവ് തിരഞ്ഞെടുത്തു എന്ന് ചിന്തിപ്പാടിയാക്കി. ഞാൻ അതുമായിട്ട് ബന്ധപ്പെട്ട് ഈ തിരഞ്ഞെടുത്ത ദൈവത്തിൻ്റെ ശ്രേഷ്ഠതയെക്കുറിച്ച് അല്പം സൂചിപ്പിച്ചു. ഇന്നും ഞാൻ അല്പം സൂചിപ്പിച്ചിട്ട് ഒരു ആഴമായ ഒരു വെളിപ്പാട് പറഞ്ഞിട്ട് പ്രാർത്ഥിപ്പാൻ കർത്താവ് നാമത്തിൽ ആഗ്രഹിക്കുന്നു. നമുക്കറിയാം, ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം നാം സവിസ്തരം പഠിച്ചു കഴിഞ്ഞാൽ 1-ാം അധ്യായം മുതൽ 2-ാം അധ്യായത്തിൻ്റെ 3-ാമത്തെ വാക്യം വരെ നാം കാണുന്നൊരു കാഴ്ചയുണ്ട്. ശബ്ദം കൊടുത്ത് വിഷയത്തെ, ഇല്ലാത്ത കാര്യത്തെ ഉള്ളതുപോലെ വിളിക്കുന്ന ഒരു എലോഹിമായ ഒരു കർത്താവിൻ്റെ ശബ്ദമാണ്. ഒന്നുകൂടി പറയാം, ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുന്ന സർവശക്തനായ ദൈവത്തിന് അവിടെ കൊടുത്തിരിക്കുന്ന പേര് എലോഹിം എന്ന പദമാണ്. സൃഷ്ടി കർത്താവ് എന്ന വാക്കാണ്, അല്ലെങ്കിൽ ഉണ്ടാക്കുന്നവനായ കർത്താവ് എന്ന വാക്കാണ്. നമ്മുടെ ശബ്ദം ദൈവത്തിൻ്റെ വായാണ്. നമ്മുടെ നാവിനെ ദൈവം ചിലതിനെ പുറത്തു കൊണ്ടുവരുവാൻ, ചിലതിനെ ഉണ്ടാക്കുവാൻ തക്കവണ്ണം ദൈവം ഉപയോഗിക്കുന്ന നിലയിൽ നമ്മുടെ നാവിനെ ശുദ്ധീകരിച്ച് നമ്മുടെ നാവിനെ അധികാരം കൊണ്ട് നിറയ്ക്കണം. അതാണ് ലക്ഷ്യം. അല്ലാതെ മറ്റു പല വിഷയങ്ങളൊക്കെ നമ്മൾ വെച്ച് പ്രാർത്ഥിച്ചുവെങ്കിലും അത്യാവശ്യമായ ഒരു ലക്ഷ്യമെന്ന് പറയും നമ്മുടെ നാവിനെ ശുദ്ധീകരിക്കണം. ദൈവത്തിന് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യാൻ എൻ്റെ നാവിന് ഉപയോഗിക്കണം. അതിനുവേണ്ടി ഒരു ശുദ്ധീകരണത്തിന് വേണ്ടിയാണ് നാം ഉപവാസ പ്രാർത്ഥന പ്രഖ്യാപിച്ച കാര്യം മറക്കരുത്. തെറ്റിദ്ധാരണകൾ വരാതിരിക്കുകയാണ് ഞാൻ ഒന്നുകൂടി ആവർത്തിച്ച് പറഞ്ഞ വാക്ക്. ഇതിന് പുറകിൽ
വല്ല വിദേശ യാത്രയുണ്ടോ, ഇതിനകത്ത് വല്ല വീട് വാങ്ങുന്ന പരിപാടി ഉണ്ടോ, അല്ലെങ്കിൽ വിവാഹം നടക്കുന്ന വല്ല പരിപാടി ഉണ്ടോ, അതൊക്കെ വേണ്ടെന്നല്ല, അതൊക്കെ പിന്നത്തെ കാര്യം, അത് നടക്കും. പക്ഷേ എന്നെ ഞാനാക്കി മാറ്റാൻ പറ്റില്ല എങ്കിൽ എനിക്ക് അതുകൊണ്ടൊരു പ്രയോജനമില്ല എന്നതാണ് എൻ്റെ ഉപാസത്തിൻ്റെ ലക്ഷ്യമായിരിക്കുന്ന മേഖല. അതുകൊണ്ട് ദൈവമക്കൾ ഈ ദൂതനെ അതിൻ്റെ ഗൗരവത്തോടെ തന്നെ കണ്ടുകൊണ്ട് ആ ദൂതലേക്ക് പ്രവേശിക്കണമേ എന്ന് വളരെ വിനീതമായിട്ട് ഈ ഡിവൈസിനകത്ത് ജോയിനിരിക്കുന്ന എല്ലാവരോടും ഞാൻ ഒന്നുകൂടി ആവർത്തിച്ച് ഓർപ്പിക്കുന്ന വാക്ക്. അപ്പോൾ സൃഷ്ടികർത്താവ് നാവ് കൊണ്ട്, ശബ്ദം കൊണ്ട് ഈ ഭൂമി ഇല്ലാത്ത ഒരു വിഷയത്തെ ഉണ്ടാക്കുന്ന ദൈവത്തെയാണ് ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം മുതൽ 2-ാം അധ്യായത്തിന് 3-ാമത്തെ വാക്യം വരെ പറഞ്ഞ വാക്കാണ് ഉണ്ടാകട്ടെ എന്ന വാക്ക്. പ്രൈസ് ഗോഡ്. ആ ദൈവത്തിന് കൊടുത്തിരിക്കുന്ന പദം ഏൽ എലോഹിം, സൃഷ്ടികർത്താവ് എന്ന പദം, സൃഷ്ടികർത്താവ് എന്ന പദമാണ്. ആ ഉണ്ടാക്കുന്ന വാക്കിന് 1-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യം മുതൽ 2-ാം അധ്യായത്തിന് 3-ാമത്തെ വാക്യം വരെ 34 പ്രാവശ്യം പറയുന്നു ഉണ്ടാകട്ടെ എന്ന വാക്ക്. സ്തോത്രം. അപ്പൊ ഉണ്ടാകട്ടെ എന്ന വാക്ക് 34 പ്രാവശ്യം ഏൽ എലോഹിമായ ദൈവം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ പറഞ്ഞ വാക്ക് അതുപോലെ സംഭവിച്ചു എന്നും അത് പ്രത്യക്ഷത്തിൽ അത് നമ്മുടെ വിസിബിളായി നമ്മുടെ കണ്ണുകൊണ്ട് കാണാനും നമ്മുടെ ശരീരം കൊണ്ട് അനുഭവിപ്പാനും തക്കവണ്ണം ആ വാക്കിന് പ്രാപ്തിയും ശക്തി ഉണ്ടായെങ്കിൽ ഈ 2026 ഈ ഫെബ്രുവരി മാസം 2-ാം തീയതി മുതൽ നാം ദൈവത്തെ ഉപവസിക്കാൻ തുടങ്ങി ദൈവസം നിർമ്മല മനസാക്ഷിയോടെ പ്രാർത്ഥിപ്പാൻ തക്കവണ്ണം താല്പര്യം ദൈവമക്കൾ പറയുന്നു. ഒരു വാക്ക് ദൈവം പറഞ്ഞപ്പോൾ പ്രത്യക്ഷത്തിൽ അത് തെളിവായിട്ട് വന്നുവെങ്കിൽ എന്തുകൊണ്ട് ഞാൻ പറഞ്ഞാൽ അത് എൻ്റെ മുഖത്ത് നോക്കി അത് എൻ്റെ മുമ്പിൽ പ്രത്യക്ഷത്തിൽ തെളിവായിട്ട് വരാൻ കഴിയുമല്ലേ? നിശ്ചയമായിട്ട് കരമടിച്ചത് പറയാം. അത് ഞാൻ പറഞ്ഞാൽ അത് പ്രത്യക്ഷത്തിൽ അത് തെളിവോടെ അത് വിസിബിളായി തന്നെ കാണുവാൻ എൻ്റെ കൈ കൊണ്ട് ശബ്ദരാധന. ഒന്നുകൂടി ആ വാക്ക് ആവർത്തിക്കട്ടെ. ഇൻവിസിബിൾ, കണ്ണിന് മറന്നിരിക്കുന്നു. എനിക്ക് കാണാൻ കഴിയുന്നില്ല, പക്ഷെ അതിന് വിസിബിളാക്കി മാറ്റാം. ഇൻവിസിബിളിനെ വിസിബിളാക്കി മാറ്റാൻ കാണാത്ത മണ്ഡലത്തിരിക്കുന്ന അവകാശത്തെ കാണുന്ന മണ്ഡലത്തിൽ കൊണ്ടുവരാൻ തക്കവണ്ണം എൻ്റെ വായ്ക്ക് അധികാരമുണ്ടാകണം. പിടികിട്ടിയ ദൈവമൊക്കെ സ്തോത്രം ചെയ്യാമോ? ഒന്ന് എല്ലാവരും നാമയും പറയാം. മനസ്സിലാകുന്നുണ്ടോ? ഒന്നുകൂടി പറയാം. എലോഹിമായ ദൈവം ഇവിടെ കാണിച്ച വാക്ക് ഇൻവിസിബിൾ, കാണാൻ കഴിയാതിരിക്കുന്ന മണ്ഡലത്തിൽ കിടക്കുന്ന അവകാശത്തെ എലോഹിമായ ദൈവം നമ്മുടെ കണ്ണ് കാണത്തക്കവണ്ണം നമ്മുടെ കൈ കൊണ്ട് സ്പർശിക്കത്തക്കവണ്ണം അതിനെ വിസിബിളാക്കി മാറ്റി, അത് സ്പർശനമായ വിഷയമാക്കി മാറ്റി. ആ ദൈവത്തിന്റെ പേരാണ് എലോഹിം. ആ ദൈവം എൻ്റെ വായിലോട്ട് തൊട്ടാൽ പറ വചനം പറയുന്നു, എനിക്ക് കഴിയാത്ത വല്ല കാര്യമുണ്ടോ? ഒരു വാക്ക് ഈ പ്രാർത്ഥന വിഷയത്തിൽ ചേർത്ത് പറയണം. എലോഹിമായ ദൈവമേ, എലോഹിമായ ദൈവമേ, അങ്ങേക്ക് ഇത്രമാത്രം വിസിബിളായ അത്ഭുതങ്ങൾ ഞങ്ങൾക്കായി ചെയ്യാൻ കഴിയുമെങ്കിൽ എന്തുകൊണ്ട് അങ്ങയുടെ മക്കളായ എനിക്ക് ഇനിയും ചെയ്യാൻ കഴിയാത്തത്? അതിൻ്റെ അധികാരവും അതിൻ്റെ പെർമിഷനും അതിൻ്റെ താല്പര്യവും ദൈവം എൻ്റെ നാവിനകത്തേക്ക് തരണമേ എന്ന് പറയാൻ പറ്റുന്നവർ കരമടിച്ചു ആത്മാവ് പറഞ്ഞാട്ടെ. ദൈവം ഇന്ന് രാത്രിയിൽ നടത്തി തരണമേ എന്ന് കെഞ്ചുന്ന ഒരു ശബ്ദമല്ല, നടത്തി തരുന്ന ഭിക്ഷക്കാരനെ പോലെ സംസാരിക്കുന്ന ഒരു വാക്കല്ല. ദൈവത്തിന്റെ സാദൃശ്യത്തിലും ദൈവത്തിന്റെ സ്വരൂപത്തിൽ ഉണ്ടാക്കിയെന്ന് ഉൽപ്പത്തി 1:78 വാക്യത്തിൽ നമ്മുടെ സാദൃശ്യത്തിലും നമ്മുടെ സ്വരൂപത്തിലും മനുഷ്യനെ സൃഷ്ടിക്കുക, ഉണ്ടാക്കുക എന്ന് പറഞ്ഞ അതേ ദൈവം നമ്മെ ഉണ്ടാക്കിയത് അവന്റെ സാദൃശ്യത്തിലും അവന്റെ സ്വരൂപത്തിലാണെങ്കിൽ ഇന്നും അവൻ പറയുന്ന പോലെ ചെയ്യാൻ എൻ്റെ നാവിന് കപ്പാസിറ്റി ഉണ്ട്. അങ്ങനൊരു ശുശ്രൂഷയുടെ ഷെയറിങ്, അങ്ങനൊരു ശുശ്രൂഷയുടെ മണ്ഡലം ദൈവം എനിക്ക് വേണ്ടി ഇന്ന് രാത്രി തരണം. അതാണ് എൻ്റെ മെസ്സേജിൻ്റെ കണ്ടന്റ്, എൻ്റെ പ്രാർത്ഥനയുടെ കണ്ടന്റ്, എൻ്റെ ആഗ്രഹം അതാണ്.
ഈ ആഗ്രഹമാണ് ഞാൻ ദൈവമക്കളോട് ഇന്ന് രാത്രിയിലും ഷെയർ ചെയ്തത്. നിശ്ചയമായിട്ടും എന്നിൽ വിശ്വസിക്കുന്നവൻ, ബാക്കി പറഞ്ഞേ, ആരെങ്കിലും ഒരാളൊന്ന് അൺമ്യൂട്ട് ചെയ്ത് പറഞ്ഞാട്ടെ. എന്നിൽ വിശ്വസിക്കുന്നവൻ പറഞ്ഞേ. എന്നിൽ വിശ്വസിക്കുന്നവൻ, എന്നിൽ വിശ്വസിക്കുന്നവൻ. ഈ ദൂത് മനസ്സിലാക്കി വേണം ആ മറുപടി വരാൻ. അവയെ നിങ്ങൾക്ക് തോന്നും പോലെ വാക്ക് പറയാൻ പറ്റില്ല. എൻ്റെ ഈ ദൂതും ഞാൻ ചോദിച്ച ചോദ്യം ഒരുപോലെ വരണം. എന്നിൽ വിശ്വസിക്കുന്നവൻ, അതാണ് സ്വത്ര. എന്നിൽ വിശ്വസിക്കുന്നവൻ ഞാൻ ചെയ്യുന്നതിലും അധികം ചെയ്യും. അപ്പോൾ ഉൽപ്പത്തി ഒന്നാമത്തെ വാക്യം മുതൽ 2-3 വാക്യം വരെ നാം പറഞ്ഞ വാക്ക് 33 പ്രാവശ്യം, ഈ വാക്ക് 34 പ്രാവശ്യം ഇതിനെ ആവർത്തിച്ച് പറയുന്നു. എൻ്റെ എലോഹിമായ ദൈവം പറഞ്ഞ കാര്യം അതുപോലെ സംഭവിച്ചുവെങ്കിൽ ഞാൻ ആ വാക്യം കൊണ്ടൊന്ന് പറയാം. എൻ ദൈവത്തിൽ വിശ്വസിക്കുന്ന എനിക്ക് ഇവിടെ 34 പ്രാവശ്യമല്ല ചെയ്യേണ്ട പെർമിഷൻ തന്നത്, 30,000-ലധികം പ്രാവശ്യം ചെയ്യാൻ തക്കവണ്ണം പെർമിഷൻ തരുന്നുവെങ്കിൽ നമ്മളിങ്ങനെ ഓഞ്ഞോഞ്ഞ് ഇരിക്കുന്ന പെന്തിക്കോസ്തരാകരുത്. കർത്താവെല്ലാം ചെയ്യട്ടെ, ഞാൻ കൈയും കൊണ്ടിരുന്നോളാം എന്ന് പറയുന്നതിന് പകരം കർത്താവ് ചെയ്യാൻ എനിക്ക് പെർമിഷൻ തന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് ഈ മാസം മുതൽ ഈ ഉപവാസത്തോട് കൂടെ എനിക്കും ചെയ്യാൻ പറ്റുമെന്നാണ് എൻ്റെ മെസ്സേജിൻ്റെ ലക്ഷ്യം. കാര്യമൊന്ന് അടിച്ചു പറയാം, അത് നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റും. അത് നിങ്ങൾ ചെയ്തുവെങ്കിൽ ദൈവത്തിന് ഭയങ്കര സന്തോഷമാണ്. ഈ സൂക്ഷിക്കുന്ന എനിക്ക് ഭയങ്കര സന്തോഷമാണ്. നമ്മുടെ ദൈവത്തിന് മുമ്പാകെ സ്വാർത്ഥതയില്ലല്ലോ, നമ്മുടെ കർത്താവിന് മുമ്പാകെ സ്വാർത്ഥതയില്ലയോ. എനിക്ക് മാത്രം ചെയ്യാവൂ, ഞാൻ ചെയ്തെങ്കിൽ മാത്രം ഒക്കത്തുള്ളൂ എന്നതല്ല. ദൈവത്തിൻ്റെ സ്വരൂപത്തിലും ദൈവത്തെ സാധനം ചെയ്തിരിക്കുന്നതായ അവ നമ്മെ അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രിയിൽ ഞാൻ ആത്മാവിൽ പറയാം, ഞാനാകുന്നു പറയുന്ന ദൈവം, സ്വയം നിലനിൽക്കുന്നവനും ശാശ്വതമായ കർത്താവ് നമ്മോട് ആ പെർമിഷൻ പറയാകുന്നു. ആമേ, ഞാൻ ചെയ്യുന്നത് പോലെ അതിനേക്കാളും ചെയ്യാൻ തക്കവണ്ണം അവൻ നിങ്ങൾക്കും പറ്റുമെന്നുള്ള ഉറപ്പ് ദൈവം തന്നുവെങ്കിൽ ഒരു കാര്യം കൂടെ, ദൈവത്തിൻ്റെ വാ പോലെ എൻ്റെ വാകാകണം. ഞാൻ ഒന്നുകൂടി 2 വാക്യം നിങ്ങൾക്ക് വേണ്ടി വായിപ്പിക്കുന്നു. 1-ാമത്തെ വാക്യം യെശയ്യാപ്രവാചകന്റെ പുസ്തകം അതിൻ്റെ 6-ാം അധ്യായത്തിൻ്റെ 3-ാമത്തെ വാക്യം മുതൽ എനിക്കൊന്ന് വായിച്ചു തരാമോ? പെട്ടെന്ന് വായിച്ചാണ്. യെശയ്യാപ്രവാചകന്റെ പുസ്തകം അതിൻ്റെ 6-ാം അധ്യായത്തിൻ്റെ 3-ാമത്തെ വാക്യം മുതൽ. ഒരുത്തനോട് ഒരുത്തൻ, സൈന്യങ്ങളുടെ യഹോവ പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ, സർവ്വഭൂമിയും അവന്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു എന്ന് ആർത്ത് പറഞ്ഞു. അവർ ആർക്കുന്ന ശബ്ദത്താൽ ഉമ്മരപ്പടിയുടെ അടിസ്ഥാനങ്ങൾ കുലുങ്ങി, ആലയം പുക കൊണ്ട് നിറഞ്ഞു. അപ്പോൾ എനിക്ക് അയ്യോ കഷ്ടം, ഞാൻ നശിച്ചു, ഞാൻ ശുദ്ധിയില്ലാത്ത അതിരങ്ങളുള്ള ഒരു മനുഷ്യൻ, ശുദ്ധിയില്ലാത്ത അതിരങ്ങളുള്ള ജനത്തിന് നടുവിൽ വസിക്കുന്നു. എന്റെ കണ്ണ് സൈന്യങ്ങളുടെ യഹോവയായ രാജാവിനെ കണ്ടുവല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ സാറാഫുകളിൽ ഒരുത്തൻ യാഗപീഠത്തിൽ നിന്ന് പൊടിൽ കൊണ്ട് തീക്കനലെടുത്ത് കയ്യിൽ പിടിച്ചുകൊണ്ട് എന്റെ അടുക്കൽ പറന്നു വന്നു. അത് എന്റെ വായ്ക്ക് തൊടുവിച്ചു. ഇത് നിന്റെ അധരങ്ങളെ തൊട്ടതിനാൽ നിന്റെ അകൃത്യം നീങ്ങി, നിന്റെ പാപത്തിന് പരിഹാരം വന്നിരിക്കുന്നു. ഇതാണ് യാഗപീഠത്തിൽ നിന്നും ഒരു കൊടിലെടുത്ത് യാഗപീഠ തീ കൊണ്ട് യെശയ്യാവിന്റെ നാവിൽ തൊട്ടപ്പോൾ, തൻ്റെ പാപവും അകൃത്യത്തെ മാറ്റിയപ്പോൾ, പിന്നെ താൻ പറയുന്നതെല്ലാം ഇന്റർനാഷണൽ വെളിപ്പാട് പറഞ്ഞ ആ 7-ാം അധ്യായം മുതൽ പിന്നെ കഴിയുമ്പോൾ നിങ്ങൾ സമയം കിട്ടുന്നുവെങ്കിൽ വായിച്ചോണം. പിന്നെ പറയുന്നത് മൊത്തം ആശ്വാസത്തിൻ്റെയും ധൈര്യത്തിൻ്റെയും ബലത്തിൻ്റെയും. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സങ്കീർത്തനം കഴിഞ്ഞാൽ അധികം ആൾക്കാർ വായിക്കുന്ന പുസ്തകം യെശയ്യാപ്രവാചകന്റെ പുസ്തകമായി മാറി. അതിൻ്റെ കാര്യം, തൻ്റെ അടുത്ത പ്രവചനം മൊത്തം
ആശ്വാസത്തിൻ്റെയും ധൈര്യത്തിൻ്റെയും വിടുതലിൻ്റെയും സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ബലത്തിൻ്റെയും ശബ്ദം പറയാൻ തൻ്റെ നാവിനെ ദൈവം ശുദ്ധീകരിച്ചതിന് ശേഷമാണെങ്കിൽ ഇന്ന് രാത്രി ഞാൻ ആത്മാവിൽ പറയാം, ആമേ, യഹോവ പറഞ്ഞു, ആമേ, നിങ്ങൾക്ക് ഞാൻ ചെയ്യുന്നതിലും അധികം ചെയ്യാത്തക്കവണ്ണം ഞാൻ നിങ്ങൾക്ക് പെർമിഷൻ തരുന്നുവെങ്കിൽ എൻ്റെ നാവ് പോലെ നിങ്ങളുടെ നാവുമായാൽ മതി. അതിന് യാഗപീഠത്തിൽ നിന്നും ഒരു തീ കൊണ്ട് എൻ്റെ നാവിനെ ശുദ്ധീകരണം പ്രാപിച്ചാൽ പിന്നേറ്റത് ഞാൻ ചെയ്യുന്നത് പറയുന്നതൊക്കെ ശ്രേഷ്ഠമായ കാര്യമായി മാറും. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? അത് ഇന്ന് രാത്രിയിൽ അവൻ നമ്മുടെ മേൽ വന്നു കഴിഞ്ഞാൽ അത് നിശ്ചയമായും ശുദ്ധമായ വായായി അത്ഭുതം ചെയ്യുന്ന വായായി മാറുകയാണ്. സ്തോത്രം. രണ്ടാമത്തെ വാക്യം യിരെമ്യാ പ്രവാചക പുസ്തകം 15-ാം അധ്യായത്തിൻ്റെ 19-ാമത്തെ. ഇത് നമ്മൾ പല ആവർത്തി വായിച്ചതാണ്, പക്ഷെ ഒന്നുകൂടി എൻ്റെ ഹൃദയത്തിൽ പ്രേരിപ്പിക്കുന്നത് കൊണ്ടാണ് ഞാൻ വായിപ്പിക്കുന്നത്. യിരെമ്യാ 15:19, ജെറമ്യാ ചാപ്റ്റർ 50 വേഴ്സസ് 92 പ്ലീസ്. വായിച്ചോ? 90 വായിച്ചോ? ശരിയല്ലേ? നീ മടങ്ങി വന്നാൽ ഞാൻ നിന്നെ എന്റെ മുമ്പാകെ നിൽപ്പാൻ തക്കവണ്ണം വീണ്ടും കൈക്കൊള്ളും. നീ അധമമായത് ഒഴിച്ച് ഉത്തമമായത് പ്രസ്താവിച്ചാൽ നീ എന്നെ വായ് പോലെയാകും. അവർ നിന്റെ പക്ഷം തിരിയും, നീ അവരുടെ പക്ഷം തിരികെ. എന്റെ വാ പോലെയാകും. യഹോവയുടെ വാ പോലെ ആകണമെന്നാണ് ഈ ദൂതിന്റെ അർത്ഥം. അപ്പൊ യഹോവയുടെ നാവാക്കി എന്റെ നാവായാൽ പിന്നെ ഇന്റർനാഷണൽ വിടുതലല്ലേ നമുക്ക് സംഭവിക്കുന്നത്? ആണോ? ഈ ചില സമയത്തൊക്കെ ദൈവമക്കൾ പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ ശ്രദ്ധിക്കാറുണ്ട്, ക്ഷമിക്കണമേ എന്നോ പൊറുക്കണമേ എന്നോ അബദ്ധം പറ്റിപ്പോയി കർത്താവേ എന്നൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ പറയാറുണ്ട്. വാസ്തവത്തിൽ നമുക്ക് അബദ്ധം പറ്റാൻ പാടില്ല. അബദ്ധം പറ്റിയ ശേഷമുള്ള പ്രാർത്ഥനയ്ക്കും അതിൻ്റെ ഭംഗിയോ വിടുതലോ സംഭവിക്കത്തില്ല. അതുകൊണ്ട് ദൈവമക്കളോട് ഞാൻ ഒന്നുകൂടി ആവർത്തിച്ച് പറയാം, ഞാൻ ദൈവത്തിൻ്റെ പക്ഷി നിന്നുകൊണ്ട് സംസാരിക്കുന്നത് കൊണ്ട് പറയുന്നു, കഴിയുന്നിടത്തോളം ഇനി അങ്ങനൊരു വാക്കിലേക്ക് പോകാതെ ഞാൻ എപ്പോഴും അത്ഭുതം പ്രവർത്തിക്കാനുള്ള വ്യക്തിയാണ്. എൻ്റെ നാവ് സമർത്ഥ ലേഖനം എടുത്തുകൊലാണ്. ഞാൻ ദൈവത്തിൻ്റെ പക്ഷത്ത് നിന്നുകൊണ്ട് എൻ്റെ നാവ് ദൈവത്തിൻ്റെ വാ പോലെ ആയെങ്കിലേ എനിക്ക് ചില വിടുതലുകൾ എൻ്റെ അടുക്കലേക്ക് വരത്തുള്ളൂ എന്നുള്ള തോന്നലുണ്ടെങ്കിൽ മറ്റു പല വിഷയത്തിൽ നമുക്ക് ഒഴിയാൻ പറ്റും. നിശ്ചയമായും എത്രയോ പ്രാവശ്യം വൈദ്യന്മാർ പറഞ്ഞത് നമ്മൾ അനുസരിച്ചില്ലേ? ഡോക്ടർ പറഞ്ഞ വാക്കനുസരിച്ചില്ലേ? അനുസരിച്ചല്ലയോ? പറ. കഴിഞ്ഞ 5 വർഷത്തിന് മുമ്പേ ബൈപ്പാസ് കഴിഞ്ഞൊരു അപ്പച്ചൻ കഴിഞ്ഞ ദിവസം ഞാൻ വീട്ടിൽ വന്നു. ആ പിതാവിന് ഞങ്ങൾ ചില ആഹാരം കൊടുത്ത പറഞ്ഞു, അയ്യോ വേണ്ട ഞാൻ ബൈപ്പാസ് കഴിഞ്ഞാണ് പാസ്റ്ററെ, അത് ഡോക്ടർ പറഞ്ഞു ഈ ആഹാരം കഴിക്കാൻ പാടില്ല. അങ്ങനെയെങ്കിൽ ഡോക്ടറിൻ്റെ വാക്കനുസരിക്കാൻ തക്കവണ്ണം നമുക്ക് പറ്റും. അല്ല, നമ്മളങ്ങനെ മറുത്തു മനസ്സ് കഴിച്ചാൽ നമുക്ക് നമ്മുടെ ജീവൻ അപകടം വരുമെന്ന് നമുക്ക് ബോധ്യമാണ്. എങ്കിൽ പിന്നെ എന്തുകൊണ്ട് നമ്മുടെ കർത്താവ് പറഞ്ഞ വാക്ക് അനുസരിച്ച് കഴിഞ്ഞാൽ എന്തുകൊണ്ട് നമുക്ക് അത്ഭുതങ്ങൾ വന്നുകൂടാ? ഇന്ന് രാത്രി ഞാൻ ഒന്നുകൂടി പറയാം, ക്ഷമയോടും താഴ്മയോടും നിങ്ങളുടെ ബഹുമാനത്തോടും ഞാൻ ആ വാക്ക് കൈമാറുകയാണ്. നമുക്ക് പറ്റും, നമുക്ക് പറ്റും, നമുക്ക് പറ്റും. നമുക്ക് പറ്റാത്ത ഒരു കാര്യമില്ല. നിങ്ങളുടെ മുഖം തന്നെ പറയുന്നു, പാസ്റ്റർ എനിക്ക് പറ്റും. നിങ്ങളുടെ മുഖം തന്നെ സംസാരിക്കുന്നു, എത്രയോ കാര്യം ചെയ്തു കഴിഞ്ഞു, ഇനി എനിക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ ചില അലസതകൾ വന്ന് പതിക്കുമ്പോഴാണ് എൻ്റെ ജീവിതത്തിൽ കൈവിട്ടു പോകുന്നത്. അതെനിക്ക് അബദ്ധങ്ങൾ കൊണ്ടുവന്നിട്ടുള്ളൂ, അനുഗ്രഹം കൊണ്ടുവന്നിട്ടില്ല. എനിക്ക് അബദ്ധമേ പറ്റിയിട്ടുള്ളൂ, അത്ഭുതം കൊണ്ടുവന്നിട്ടില്ല. അബദ്ധങ്ങളെ പറ്റിയിട്ടുള്ളൂ, വിശേഷത കൊണ്ടുവന്നിട്ടില്ല. ഇന്ന് രാത്രി അബദ്ധം പറ്റുന്ന പെന്തിക്കോസുകാർക്ക് വേണ്ടിയല്ല ഈ മെസ്സേജ്. അനുഗ്രഹവും അത്ഭുതം ചെയ്യാൻ തക്കവണ്ണമുള്ളവർക്ക് വേണ്ടിയാണ് ഇന്ന് രാത്രി മെസ്സേജ് ആയതുകൊണ്ട് ഞാൻ പരിശുദ്ധാൽ പറയുന്നു, അബദ്ധം പറ്റരുത്. സാത്താന്റെ നാവായി നമ്മുടെ നാവ് ഉപയോഗിക്കരുത്. ലോകത്തിന്റെ വായായി നമ്മുടെ നാവ് ഉപയോഗിക്കരുത്. അനുഗ്രഹത്തിന്റെ നാവാണ്, അത്ഭുതം ചെയ്യുന്ന നാവാണ്, വിശേഷത കൊണ്ടുവരുന്ന നാവാണ്. വിശ്വസിക്കുന്ന ദൈവമക്കൾ, തീരുമാനമുള്ള ദൈവമക്കൾ ഒരു നിമിഷം കൂടി കരമടിച്ചു പറഞ്ഞാട്ടെ, ദൈവമേ എൻ്റെ നാവിനെ ദൈവം കടിഞ്ഞാണിട്ട് കാത്തുകൊണ്ടാം. എൻ്റെ നാവ് വിശേഷ നാവാണ്. എനിക്ക് ചില കാര്യങ്ങൾ ചെയ്യണ നാവായതുകൊണ്ട് ഞാൻ അതിനു വേണ്ടി ഒരുക്കപ്പെടേണ്ട വ്യക്തിയാണ്. സ്തോത്രം. ഈ വാക്കിൻ്റെ ഗൗരവോർത്തോണം
അപ്പം ഈ രണ്ട് കാര്യം നാം ശ്രദ്ധിച്ചാൽ നമുക്ക് അത്ഭുതങ്ങളിലേക്ക് നമുക്ക് സഞ്ചരിപ്പാത്തക്കവണ്ണം കഴിയും. ഞാനൊരു വാക്കുകൂടി പറഞ്ഞിട്ട് ഞാൻ എൻ്റെ മറ്റൊരു മെസ്സേജിൽ പ്രവേശിച്ചിട്ട് നിങ്ങൾ ധൈര്യപ്പെടുത്തിയിട്ട് പ്രാർത്ഥിപ്പാൻ ആഗ്രഹിക്കുന്നു. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായത്തിനകത്ത് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ 11 പ്രാവശ്യം യഹോവയായ ദൈവം എന്ന പദം പറഞ്ഞിട്ടുണ്ട്. എത്ര പ്രാവശ്യം? 11 പ്രാവശ്യം. മറക്കരുത്, 11 പ്രാവശ്യം 2-ാം അധ്യായത്തിൽ യഹോവ ദൈവം. ഞാൻ പറഞ്ഞല്ലോ, ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യം മുതൽ 2-ാമത്തെ അധ്യായത്തിൻ്റെ 3-ാമത്തെ വാക്യം വരെ സൃഷ്ടിക്കുന്ന ദൈവത്തെക്കുറിച്ച് പറയുന്നത്, സൃഷ്ടിക്കുന്ന കർത്താവിനെ കുറിച്ച്, എലോഹി. അത് 33-34 പ്രാവശ്യം അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ 2-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യം മുതൽ ഒന്നുകൂടി വായിച്ചാൽ 4-ാമത്തെ വാക്യം വായിച്ചു കഴിഞ്ഞാൽ 11 പ്രാവശ്യം പറയുന്ന വാക്കാകുന്നു യഹോവയായ ദൈവം. നിങ്ങൾ ആ വാക്കിന് പറ്റുമെങ്കിൽ നിങ്ങൾ വെറുതെ ഇരിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ പഠിക്കണമെന്ന് ആർത്തിയുള്ള സമയത്തോ നിങ്ങൾക്കത് വായിക്കാം. അതിനകത്ത് കാക്കുന്ന കർത്താവ്, സൃഷ്ടിച്ച കർത്താവെന്ന് 34 പ്രാവശ്യം പറഞ്ഞിരിക്കും. ഏലോഹീം എന്ന് പറയുമ്പോൾ 2-ാം അധ്യായത്തിൻ്റെ 4-ാമത്തെ വാക്യം മുതൽ യഹോവ ദൈവം, ആക്കിനർത്ഥം നാം കഴിഞ്ഞ വിശദീകരിച്ചു, സ്വയാസ്തിത്വമുള്ളവൻ കർത്താവ്, മാറ്റമില്ലാത്ത കർത്താവ്, സർവശക്തിയുള്ള കർത്താവ്, വാഗ്ദത്തത്തിൽ വിശ്വസ്തന കർത്താവ്. ഇതിനെക്കുറിച്ച് 2-ാം അധ്യായത്തിൽ 11 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞല്ലോ, ഈ സൃഷ്ടിച്ചിട്ട് ഈ കഴിഞ്ഞ ദിവസം ഒരു ദൈവദാസൻ പറഞ്ഞ വാക്ക്, ക്ഷമിക്കണം ഞാൻ വാക്ക് പറയുമ്പോൾ നിങ്ങൾ തെറ്റിയിരിക്കരുത്. ഈ പണത്തോടുള്ള ആർത്തിയുള്ള ചില സഹോദരന്മാരും പ്രസവിച്ചിട്ടിട്ട് ചോരക്കുഞ്ഞിനെ വല്യമ്മച്ചിയുടെ കയ്യിൽ കൊടുത്തിട്ട് അങ്ങ് പോവും. ഇവർ അമേരിക്കയിൽ ഇരുന്നോ ഗൾഫിൽ ഇരുന്നു കൊണ്ടോ വീഡിയോ കോളിലാണ് ഈ കുഞ്ഞിന് മോനെ, മോളെ, ചക്കരവാവേ, ഉമ്മ എന്നൊക്കെ പറയും. സോദരം എവിടെ ഇരുന്നുകൊണ്ടാ? അമ്മയുടെ ചൂടില്ല, അമ്മയുടെ പാതി കിട്ടിയിട്ടില്ല, അമ്മയുടെ സ്നേഹലാളന അനുഭവിച്ചിട്ടില്ല. ചോര കുഞ്ഞിന് കൊടുത്തിട്ട് അവിടെ പോയിട്ടാണ് ഉമ്മ പറയാൻ തക്കവണ്ണം പ്ലാൻ ചെയ്ത സോദരം. ആ ദൈവത്തെ അല്ല 2-ാം അധ്യായത്തിൽ കാണുന്നത്. സൃഷ്ടിച്ചിട്ട് പോയ ദൈവത്തെ അല്ല 2-ാം അധ്യായത്തിൽ കാണുന്നത്. ഉണ്ടാക്കിയിട്ടിട്ട് പോയ ദൈവത്തെ അല്ല 2-ാം അധ്യായത്തിൽ പറഞ്ഞ വാക്ക്. ഉണ്ടാക്കിയിട്ട ശേഷം ചൂടും ആശ്ലേഷവും സംരക്ഷണയും പുലർത്തി പോറ്റി കാത്ത് വളരുന്നു. കൈ വളരുന്നോ, കാല് വളരുന്നോ, എന്തെങ്കിലും കൊതു കുത്താൻ വരുന്നുണ്ടോ, ഈച്ച വരുന്നുണ്ടോ എന്നല്ല അവിടെ കൊടുത്തിട്ട് വാക്ക്. എന്തെങ്കിലും പ്രശ്നങ്ങൾ വരാതെ വണ്ണം അത് വളർച്ചയുടെ പുഷ്ടിയിൽ കൊണ്ട് എത്തുന്നത് വരെയും മാറ്റമില്ലാത്ത ഉണ്ടാകുക. എനിക്ക് ആ ദൂത് എനിക്ക് വളരെ നൃത്തം ചവിട്ടി ശുശ്രൂഷിക്കണമെന്നൊരു ആത്മപ്രേരണ എനിക്കുണ്ട്. പക്ഷെ ഞാൻ ഇവിടെ ആയിപ്പോയി. ഞാൻ ആത്മാവ് ദൈവമൊക്കെ പറയാം, നമുക്കൊരു നന്മ തന്നിട്ട് ഇത് നീ അതിനെ പാടായി എന്ന് പറഞ്ഞിട്ട് പോകുന്നതല്ല, നമ്മെ കൊണ്ട് ഉച്ചസ്ഥത അവസ്ഥയിൽ എത്തിക്കുന്നവരെയും നമ്മെ സ്വയം പ്രാപ്തിയാകുന്നവരെയും നമുക്ക് വേണ്ടുന്ന സകല കാര്യത്തെയും താങ്ങും തണലും ഉപദേശവും ശാസനയും സംരക്ഷണയും കാവലും. സ്തോത്രം. ഞാനൊരു കാര്യം കൂടി ഞാൻ ആ വാക്ക് നിങ്ങളെ വചനം പഠിക്കുന്നത് കൊണ്ട് ഞാൻ ആ വാക്ക് അല്പം സവിസ്തരം ആ വാക്ക് പറയാം. ഈ വർഷങ്ങൾക്ക് മുമ്പായിട്ട് എനിക്കൊന്ന് 10-30 വർഷത്തിന് മുമ്പിൽ ഈ മനോരമ പത്രത്തിനകത്ത് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു മനോരമ പത്രം വായിക്കുക, കട്ട് ചെയ്യുക. കാരണം എനിക്ക് പ്രസംഗത്തിന് വേണ്ടി ഞാൻ ഇമ്പോർട്ടൻ്റായ പേപ്പേഴ്സുകൾ ഞാൻ കട്ട് ചെയ്ത് സൂക്ഷിക്കാറുണ്ട്. ഇപ്പോൾ എനിക്കറിയത്തില്ല, എവിടെയാണെന്ന് അറിയത്തില്ല. ഇപ്പോൾ ഞാൻ പത്രം വീട്ടിൽ വരുന്നുണ്ട്, പക്ഷേ വായിക്കാൻ സമയം ലഭിക്കുകയോ എനിക്ക് താല്പര്യപ്പെടുന്ന കാര്യം പണ്ടത്തെ പത്രമല്ല ഇന്നത്തെ പത്രം. അതുകൊണ്ട് പണ്ടൊക്കെ ഈ സൺഡേ സപ്ലിമെൻ്റ് എന്നൊരു പത്രമുണ്ട്. അത് ഞായറാഴ്ച മാത്രം വരുന്നതാണ് സൺഡേ സപ്ലിമെൻ്റ്. അതിനകത്ത് ഒത്തിരി വ്യത്യസ്തമായി പഠിക്കാൻ തക്കവണ്ണം ഒത്തിരി ആശയം കിടപ്പുണ്ട്. അതുകൊണ്ട് ഞാൻ ഒത്തിരി വായിക്കുകയും അത് കട്ടിങ് എടുത്ത് വയ്ക്കുമായിരുന്നു. അപ്പോൾ അതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയ ഒരു അച്ഛൻ ബിബ്ലിക്ക് ബേസിനകത്ത് ഒരു 3 പോയിൻ്റ് എഴുതിയത് എൻ്റെ മെമ്മറിക്കകത്ത് ഇപ്പോഴും കിടപ്പുണ്ട്. അതിനകത്ത് ഒരമ്മ തൻ്റെ കുഞ്ഞിന് കൊടുക്കുന്ന 3 സാമീപ്യത്തെക്കുറിച്ച് 3 സാമീപ്യം. ഞാൻ നേരത്തെ വാക്ക് പറഞ്ഞു, എങ്കിലും ഒന്ന് ആവർത്തിക്കാം. ഒന്ന് ടോട്ടൽ ലവ്,
2 ടോട്ടൽ കെയർ, 3 ടോട്ടൽ പ്രൊട്ടക്ഷൻ. ആവർത്തിക്കാം. മുഴു സ്നേഹം, മുഴു കരുതൽ, മുഴു സംരക്ഷണം. ഇതൊരമ്മ തൻ്റെ കുഞ്ഞിന് കൊടുക്കുന്നതാ 3 സവിശേഷതയാണ്. ഇവിടെ ഇരിക്കുന്ന അമ്മമാരെല്ലാം അങ്ങനെ കൊടുത്തിട്ടുണ്ടെന്ന് എനിക്കറിയാം, അല്ലേ? എനിക്ക് തോന്നുന്നു നിങ്ങൾ പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് മുഖത്ത് സന്തോഷമില്ലാത്തതുകൊണ്ട് കൊടുക്കാൻ സാധ്യത ഇല്ലെന്നാണ് നിങ്ങളുടെ മോഹം പറയുന്നത്. സ്വതന്ത്രം ഇല്ല, അങ്ങനെയല്ല. നിങ്ങളെല്ലാവരും അങ്ങനെ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ മക്കൾ നിങ്ങളുടെ കൂടെ സന്തോഷിക്കുന്ന കാര്യം എനിക്കറിയാം. ഒരു സ്വതന്ത്രം ചെയ്താണ്. പ്രൈസ് ഗോഡ്. അതുകൊണ്ട് മമ്മി, ഡാഡി അല്ലെങ്കിൽ പപ്പ, അച്ഛ എന്നൊക്കെ വിളിക്കുമ്പോൾ സ്വതന്ത്രം ഭയങ്കര സ്നേഹം നമുക്ക് ലഭിച്ചതല്ല. എനിക്ക് ഭയങ്കര സന്തോഷമായി. ഇപ്പോൾ വൈകുന്നേരം ബീനിയുടെ അടുത്ത് പോയി സാം പോയി കിടന്ന് ഉറങ്ങുന്നുണ്ട്. അപ്പോൾ ആ മമ്മിയെ കെട്ടിപ്പിടിച്ച് കുഞ്ചിക്ക് ലാലിക്കേണ്ട എനിക്ക് സന്തോഷമായി. കാര്യം അവൻ്റെ പ്രായം അല്പം മുമ്പോട്ട് വന്നെങ്കിൽ തന്നെയും അവൻ്റെ മമ്മിയോടുള്ള അവൻ്റെ സ്നേഹപ്രകടനം മനസ്സിലായി. എന്ന് പറഞ്ഞാൽ ആ ടോട്ടൽ ലവ്, ടോട്ടൽ കെയർ, ടോട്ടൽ പ്രൊട്ടക്ഷൻ ആ അമ്മ കുഞ്ഞിന് കൊടുത്തത് കൊണ്ട് തിരിച്ചു കൊടുക്കുന്ന ചില പ്രകടനമാണ്. അപ്പം ഞാൻ പറഞ്ഞ അർത്ഥം എങ്കിൽ 2-ാം അധ്യായത്തിനകത്ത് 11 പ്രാവശ്യം നിന്ന് സ്നേഹിക്കുന്ന കർത്താവ്, നിന്ന് കരുതുന്ന കർത്താവ്, നിന്ന് ആമെ സംരക്ഷിക്കുന്ന കർത്താവിനെ കാണാം. എങ്കിൽ രാത്രി ഞാൻ ആത്മാവിൽ പറയാം, ഇവിടെയാണ് നമ്മുടെ ദൈവത്തോട് നമ്മുടെ സ്നേഹം കൂടേണ്ടത്. മനസ്സിലാകുന്നുണ്ടോ? വല്ല പിടികിട്ടിയില്ലല്ലേ? വല്ല മനസ്സിലാകുന്നൊരു സ്വോത്രം പറയണം, സ്വോത്രം പറയണം. ഇന്ന് രാത്രി ചില ദൂതൻ്റെ ശക്തിയിലേക്ക് മാറുകയാണ്. ആമെ അതുകൊണ്ട് ആരെങ്കിലും അനാഥരാണ്, എന്നെ സംരക്ഷിക്കാൻ ആരുമില്ല, എന്നെ പോറ്റാൻ ആരുമില്ല, എന്നെ കൈതാഴ്ത്ത ആരുമില്ല എന്ന് പറയുന്നത് തിരുത്തലിന് വേണ്ടിയാണ് ഞാൻ ഈ വാക്ക് ഇത്രയും സവിശദമായിട്ട് പറഞ്ഞ വാക്ക്. അതുകൊണ്ട് ഞാൻ വായിച്ചും പഠിച്ചും അത് വളരെ ഗൗരവത്തോടെ ബോധ്യപ്പെട്ടിട്ടാണ് നിങ്ങൾക്ക് ഞാൻ ദൂതിന് കൈമാറുന്നത്. എങ്കിൽ രാത്രി മനസ്സിലാക്കണം, എൻ്റെ കർത്താവിൻ്റെ സവിശേഷത അല്ലെങ്കിൽ യാഹ്വേ എന്ന ഞാനാകുന്നവൻ, ഞാനാകുന്നു എന്ന് പറയുന്ന കർത്താവിനെ കുറിച്ചാണ് വാക്ക്. അത് 11 പ്രാവശ്യമാണ് 2-ാമത്തെ കൊണ്ട് വാക്യം. ഈ 11 പ്രാവശ്യവും ആമെ താങ്ങുന്ന കർത്താവ്, സംരക്ഷിക്കുന്ന കർത്താവ്, പോറ്റുന്ന കർത്താവ്. ഇനി എനിക്ക് പറയണം. വായിച്ചേ യെശയ്യാപ്രവാചന പുസ്തകം 40-ാമത്തെ അധ്യായം 28-ാമത്തെ വാക്യവും 29-ാമത്തെ വാക്യം. ഈ വാക്യത്തിലാണ് നമുക്ക് 7 കാര്യം നമുക്ക് പഠിക്കണം. 7 കാര്യം നിങ്ങൾ നോട്ട് ചെയ്യുന്നെങ്കിൽ അത് നോട്ട് ചെയ്യണം. 7 കാര്യം. യെശയ്യാവ് 40, 28, 29-ാമത്തെ വാക്യം പെട്ടെന്ന് വായിച്ചു. നിനക്കറിഞ്ഞുകൂടെയോ? നീ കേട്ടിട്ടില്ലയോ? യഹോവ നിത്യദൈവം, ഭൂമിയുടെ അർജികളെ സൃഷ്ടിച്ചവൻ തന്നെ. അവൻ ക്ഷീണിക്കുന്നില്ല, തളർന്നു പോകുന്നുമില്ല. അവന്റെ ബുദ്ധി അപ്രമേയമത്രേ. അവൻ ക്ഷീണിച്ചിരിക്കുന്നതിന് ശക്തി നൽകുന്നു, ബലമില്ലാത്തതിന് ബലം വർദ്ധിപ്പിക്കുന്നു. മതി. നമ്മൾ ഉൽപ്പത്തി 2-ാം അധ്യായത്തിൽ ഈ വിഷയത്തിന്റെ 11 പോയിന്റ് കാണുന്നുണ്ട്. അത് യെശയ്യാവിലോട്ട് വന്നപ്പോൾ യെശയ്യാ അല്പം ലാർജസ്റ്റ് ആയിട്ട് ആ വാക്ക് പറയാം, അല്പം വിശാലമായിട്ട് ആ വാക്ക് പറ. നിനക്കറിഞ്ഞുകൂടെയോ? പലപ്പോഴും നമുക്കും പലപ്പോഴും എന്ത് ചെയ്യുന്നില്ല? പറ, നിങ്ങൾ വാദമൊന്ന് പറ. നമുക്കും പലപ്പോഴും ഇന്നേ വരെ യഹോവയെക്കുറിച്ച് അറിഞ്ഞുകൂടാ. അറിയായിരുന്നുവെങ്കിൽ പിറുപിറുക്കുമോ? അറിയായിരുന്നുവെങ്കിൽ പിന്മാറുമോ? അറിയായിരുന്നുവെങ്കിൽ നമ്മൾ ഇങ്ങനെ ദൈവത്തോട് വഴക്കുണ്ടാക്കുമോ? കഴിഞ്ഞ ദിവസം ഒരു സഹോദരൻ പദവൊക്കെ ഞാൻ ആണ്ടോരൊരു വഴക്കുണ്ടാക്കി പാസ്റ്റർ എന്ന്. ഞാൻ എൻ്റെ മനസ്സ് പറഞ്ഞു, ഇദ്ദേഹത്തിൻ്റെ അളിയനല്ലേ നമ്മുടെ കർത്താവ്, സ്തോത്രം വഹിക്കാൻ. പ്രൈസ് ഗോഡ്. നിനക്ക് അറിഞ്ഞുകൂടയോ എന്ന വാക്ക് പറയുമ്പോൾ നെഞ്ചത്ത് കൈവച്ച് പറയുന്ന കർത്താവ്, എനിക്കറിയാം എൻ്റെ കർത്താവിനെ. അത് അണ്ടർസ്റ്റാൻഡിങ് ആയിരിക്കണം, അത് നോളജ് ആയിരിക്കണം, അത് വിഷ്ടമായിരിക്കണം. എൻ്റെ കർത്താവിനെ കുറിച്ച് എനിക്കറിയാം. എങ്ങനെ അറിയാം? ഞാൻ പുസ്തകത്തിൽ കൂടി അത് വായിച്ചു. എനിക്ക് എൻ്റെ അനുഭവത്തിൽ കൂടി ഞാൻ വായിച്ചു. ഓരോ ഘട്ടത്തിൽ കൂടി ഞാൻ അനുഭവിച്ചു. ആ ദൈവത്തെക്കുറിച്ച് എനിക്കറിയാം. പ്രവാചകനെ കൊണ്ട് പ്രവചിച്ചു പറയും, നിനക്ക് അറിഞ്ഞുകൂടയോ? അവൻ ഇന്ന് രാത്രി പറയും, കർത്താവേ, 2 കൈ കൊടുത്ത് പറയും, എനിക്കറിയാം. എങ്ങനെ അറിയാം? എൻ്റെ ജന്മനാ മുതൽ എന്നെ ഇതുവരെയും നടത്തിയ ദൈവത്തെക്കുറിച്ച് എനിക്കറിയാം. എൻ്റെ അമ്മയല്ല, എൻ്റെ അപ്പനല്ല, എൻ്റെ ഭർത്താവല്ല, എൻ്റെ ഭാര്യയല്ല, എൻ്റെ മക്കളല്ല, എൻ്റെ സഹോദരങ്ങളല്ല, നാട്ടുകാർ, വീട്ടുകാർ, ഗവൺമെന്റുമല്ല. എന്നെ നടത്തിയത് സർവശക്തനായ യഹോവ തന്നെ എന്നെ നടത്തിയെന്നുള്ളൊരു അറിവെനിക്കൊണ്ട്. പ്രൈസ് ഗോഡ്. അവിടെയാണ് യെശയ്യാ പ്രവാചകൻ യാഹ്വേ ദൈവത്തെക്കുറിച്ച് അവതരിപ്പിച്ചിരിക്കുന്ന യഹോവയുടെ പ്രത്യേകത. നമ്പർ 1, എൻ്റെ ദൈവം നിത്യനാ ദൈവമാണ്. എവർലാസ്റ്റിംഗ് ഗോഡ്. ദൈവം നിത്യദൈവം.
നിങ്ങളെ വാക്ക് നോട്ട് ചെയ്യുന്ന നമുക്ക് 7 പോയിന്റ് ഉണ്ട് ഈ 2 വാക്യത്തിനകത്ത്. ഒന്ന്, നിത്യന ദൈവം. രണ്ടാമത്തെ വാക്ക്, സൃഷ്ടിച്ചവനാ ദൈവം. ആരെ സ്വരൂപത്തിൽ? ദൈവത്തിൻ്റെ സാദൃശ്യത്തിലും ദൈവത്തിൻ്റെ സ്വരൂപത്തിലും. ഇവിടെ നമുക്ക് പിശാചിനോട് ശാസിക്കാൻ പറ്റുന്നൊരു ക്ലെയിം വാക്കുണ്ട്. പിശാചിനോട് പറയും, പിശാച് ഞാൻ ആരെപ്പോലെ നിനക്കറിയാമോ? പറഞ്ഞു വയ്ക്കുന്നു. ഒരാൾ ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് പറഞ്ഞു വയ്ക്കുക. അൺമ്യൂട്ട് ചെയ്ത് പറ, ധൈര്യത്തിൽ പറ, ഞാൻ ഉണ്ടല്ലോ കൂടെ. സ്വതന്ത്രം പറഞ്ഞേ. പേടിയായിരിക്കും രാത്രി ആയതുകൊണ്ട്. സ്വതന്ത്രം. നിനക്കറിയാവോ ഞാൻ ആരെ പോലെയാണ്? അങ്ങനെ പറയണം. സ്വതന്ത്രം. പിശാച് നിനക്കറിയാമോ ഞാൻ ആരെ പോലെയെന്ന്? എൻ്റെ സാദൃശ്യവും എൻ്റെ സ്വരൂപം ദൈവത്തെ പോലെയാണ്. ആണ് നിന്നെ പണിക്കുമോ നീ മെനക്കെട്ട് നിന്ന് സമയം കളയാതെ എന്ന് പറയത്തക്ക നമുക്ക് പറ്റും. അവിടെയാണ് ഈ വാക്ക്. ഞാൻ എൻ്റെ ദൈവം എന്നെ സൃഷ്ടിച്ച ദൈവമാണ്. ഒന്ന്, എൻ്റെ കത്ത് നിത്യ ദൈവത്തെക്കുറിച്ചൊരു ക്ലെയിം. അതാണ് യഹോവ എന്ന വാക്ക്, അല്ലെങ്കിൽ യാഹ്വേ, ഐ ആം ദാറ്റ് ഐ ആം എന്ന വാക്കിന് അർത്ഥമുള്ള വാക്ക് നിത്യ ദൈവം. രണ്ടാമത്തെ വാക്ക്, എൻ്റെ ദൈവം ആരാ? എന്നെ സൃഷ്ടിച്ചവനാ ദൈവം. അത് യഹോവ എന്ന വാക്കിനർത്ഥമാണ്. മൂന്നാമത്തെ കാര്യം, ക്ഷീണിക്കാത്ത യഹോവ. ഇന്നവരെ നമ്മൾ നോക്കി 66 പുസ്തകത്തെ തിരിച്ചു മറിച്ച് പഠിച്ചാൽ ഇന്നവരെ നമ്മൾ പാടുന്നത് പോലെ നമ്മുടെ കർത്താവ് പാടിയോ? അഥവാ നമ്മുടെ കർത്താവ് പാടിയിരുന്നെങ്കിൽ നമ്മുടെ പാട്ടൊന്ന് ഓർത്തേ. ഇപ്പോഴേ നമ്മൾ പാടി കിടക്കുകയാണ്. ആ പാസ്റ്ററെ എന്ന വാക്ക് വിളി കേൾക്കുമ്പോൾ തന്നെ ഇതാ കിടപ്പുണ്ട് സ്വോത്ര, അമ്മച്ചിൻ്റെ മാവും കലവും സ്വോത്ര എന്ന് പറഞ്ഞ പോലെ അങ്ങ് വാടിക്കൊടിഞ്ഞ് കിടക്കുക സ്വോത്ര. പ്രസ്കാരം. ഇന്ന് രാത്രി വിശ്വസിക്കണം, എൻ്റെ കർത്താവ് ക്ഷീണിക്കാത്ത കർത്താവാണ്. അതാണ് യഹോവ. അതുകൊണ്ട് 430 വർഷമായി വാടിക്കിടന്ന ജനത്തെ 430 വർഷവും കഷ്ടം അനുഭവിച്ചവരെ 25 ലക്ഷം ജനത്തിന് ധൈര്യം കൊടുത്ത ഒരു വ്യക്തിയാണ് യഹോവ. അവിടെ നിന്ന് രാത്രി ഓർത്തോണം, എൻ്റെ വീട്ടിൽ 5 പേരുണ്ടെങ്കിൽ 7 പേരുണ്ടെങ്കിൽ 10 പേരുണ്ടെങ്കിൽ 3 പേരുണ്ടെങ്കിൽ 3 പേരെയും ബൂസ്റ്റ് ചെയ്യുന്ന കർത്താവാണ് യഹോവ. അവനാണ് യഹോവ, അവനാണ് സർവശക്തൻ. ആ ദൈവമാണ് എൻ്റെ ദൈവം. അതാണ് നമ്മുടെ ജീവിതത്തിൽ രാത്രി ഉണ്ടാകേണ്ട വെളിപ്പാട്. മനസ്സിലാവുന്നുണ്ടോ? അങ്ങനെയെങ്കിൽ ഈ ഭൂമിയിൽ എത്ര കോടി ജനമുണ്ട്? ഇത്രയും കോടി ജനത്തിന് ധൈര്യം കൊടുക്കുന്ന ഒരു സ്രോതസ്സേ ഉള്ളൂ, അത് യഹോവയുടെ സ്രോതസ്സാണ്. എങ്കിൽ ഇന്ന് രാത്രി പറഞ്ഞാട്ടെ, എൻ്റെ വീട്ടിലുള്ള ആരും ഇനി ക്ഷീണിക്കത്തില്ല, എൻ്റെ വീട്ടകത്തുള്ള ആരും വാരിപ്പോകത്തില്ല, എൻ്റെ വീട്ടിലുള്ള ആരും നെഗറ്റീവ് സംസാരിക്കത്തില്ല. കാര്യം എൻ്റെ യുവാശ പ്രാർത്ഥനയിൽ എൻ്റെ വീട്ടിനകത്ത് ഇറങ്ങിവരുന്നത് ക്ഷീണിക്കാത്ത ഒരു യഹോവ. അവൻ വാടാത്തൊരു കർത്താവ്, അവൻ മാറ്റമില്ലാത്തൊരു കർത്താവ്. എൻ്റെ വീട്ടിനകത്ത് ഇന്ന് രാത്രി ഇറങ്ങി വരുന്നതുകൊണ്ട് അവൻ ക്ഷീണിക്കുന്ന വാക്ക് എൻ്റെ വായിനകത്ത് വരുന്നില്ല. ക്ഷീണിക്കുന്ന വ്യക്തി എൻ്റെ വീട്ടിനകത്തില്ല. ക്ഷീണിക്കാത്ത ഭർത്താവ്, ക്ഷീണിക്കാത്ത ഭാര്യ, ക്ഷീണിക്കാത്ത മക്കൾ, ക്ഷീണിക്കാത്ത മരുമക്കൾ, ക്ഷീണിക്കാത്ത കൊച്ചുമക്കൾ എൻ്റെ വീട്ടിനകത്തുള്ളവരാരും അവൻ ക്ഷീണിക്കുന്നില്ല. ശാഖേരും ബലമുള്ളവരായി മാറുകയാണ്. ആ ക്ഷീണത്തെ പുറത്താക്കട്ടെ. യേശുവിന്റെ നാമത്താല് ആ ക്ഷീണത്തെ പുറത്താക്കട്ടെ. ഇന്ന് രാത്രി പറയും, എന്റെ കർത്താവ് ക്ഷീണിക്കാത്ത കർത്താവാണ്, എന്റെ കർത്താവ് വാടാത്ത കർത്താവാണ്, എന്റെ കർത്താവ് മാറ്റമില്ലാത്ത കർത്താവാണ്. അവനോട് യഹോവ, അവനോട് എലോഹീം, അവനോട് സർവശക്തൻ, അവനോട് അയ്യാമെന്ന് പറഞ്ഞ എന്റെ ദൈവം എന്റെ വീട്ടിലുള്ള കാലമത്രയും ഞാൻ ക്ഷീണിക്കുന്നില്ലോ, ഞാൻ തളർന്നു പോകുന്നില്ല. അതാണ് യഹോവ യാഹ്വേ. അത് യെശയ്യാവ് നമ്മോട് ഇന്ന് രാത്രി സംസാരിക്കുന്നു. നാലാമത്തെ പോയിന്റ് അവിടെ ഞാൻ പറഞ്ഞ 28-29 വാക്യത്തിന്റെ വാക്ക് അത് പോയിന്റ് ഔട്ട് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. നാലാമത്തെ വാക്ക്, തളർച്ചയില്ലാത്ത യഹോവ. സ്തോത്ര. ഇന്ന് രാത്രി ഇത് കാണാതെ പഠിച്ചിട്ടേ ഉറങ്ങാവും. സ്തോത്ര. തളർച്ചയില്ലാത്ത യഹോവ. മീനൊന്ന് പറഞ്ഞ വാക്ക് അത് പറഞ്ഞപ്പോൾ തന്നെ തളർച്ച കാണുന്നുണ്ടല്ലോ. ധൈര്യത്തോട് പറഞ്ഞു, ഒന്ന് നല്ല ഗൗരവത്തോട് പറ. എൻ്റെ കർത്താവ് ആരാ? ഇനി ആരെയും കാണരുത് അങ്ങനെ തളർച്ചയായിട്ട്. എൻ്റെ യഹോവ തളർച്ചയില്ലാത്ത, അവക്ക് തളർച്ചയില്ല. ഒന്ന്, എൻ്റെ കർത്താവ് നിത്യദൈവം, അത് യഹോവ, അത് യാഹ്വേ. രണ്ടാമത്തെ എൻ്റെ കർത്താവ് പറഞ്ഞേ, ആ വാക്കിന് വായിച്ചല്ലോ, എന്നെ സൃഷ്ടിച്ച കർത്താവ്. അത് ഹൈ കോൺഫിഡൻ്റ് ആണ് കേട്ടോ. വാക്ക് പറയുമ്പോൾ ഭയങ്കര ഉറപ്പുള്ള പദമാണ്. മൂന്നാമത്തെ വാക്ക്,
ആമേൻ, ക്ഷീണിക്കാത്ത യഹോവ. നാലാമത്തെ വാക്കാണ് തളരാത്ത കർത്താവ്, തളർച്ചയില്ലാത്ത കർത്താവ്. ഞാൻ ഇന്ന് രാത്രി പറയട്ടെ, ഇപ്പം എന്നോട് നിങ്ങൾ പറയാണ് പാസ്റ്റർ പെട്ടെന്ന് ഇന്ന സ്ഥലത്ത് പോകാൻ പറഞ്ഞാൽ ഉപവാസത്തൊഴിക്കുന്നത് എനിക്ക് അല്പം ഒരു പരിമിതി കാണുമായിരിക്കാം. പക്ഷെ നമ്മൾ ദൈവത്തെ കർത്താവ്, എൻ്റെ കുഞ്ഞ് ഇന്ന ഭാഗത്തിരിക്കുന്നു, എൻ്റെ പ്രിയ ഇന്ന ഭാഗത്തിരിക്കും, കർത്താവെ നീ ഒന്ന് വേഗത്തിൽ ഒന്ന് അവർ ഇടപെടണേ പറഞ്ഞാൽ ഇടപെട്ടു. അതാണ് നമ്മുടെ യഹോവ. എങ്കിൽ പിന്നെ അവിടെ കിടന്നാൽ പോരെ, ആ കർത്താവിൻ്റെ അടുത്ത് കിടന്നാൽ പോരെ. മനസ്സിലാവുന്നു നിങ്ങൾക്ക്? അതൂതിൻ്റെ ഞാൻ നിങ്ങൾ ബൂസ്റ്റ് ചെയ്യാനാണ്, ആ വചനത്തിൻ്റെ വെളിപ്പാട് ശക്തിപ്പെടുത്താൻ ആ വാക്ക് പറഞ്ഞ വാക്ക്. എൻ്റെ കർത്താവിന് തളർച്ചയില്ലെന്നേ. എൻ്റെ കർത്താവ് തളർച്ചയില്ല. അങ്ങനെ തളർച്ചയുണ്ടെങ്കിൽ ഇത്രയും ദിവസം ഉപവസിക്കാൻ പറ്റില്ല, ഇത്രയും വർഷം കർത്താവ് വിശ്വാസിക്കാൻ പറ്റില്ല. എന്നേ പിന്മാറിപ്പോയ സമയം കഴിഞ്ഞു. അത്രമാത്രം പ്രശ്നം നമ്മൾ അനുഭവിച്ചില്ലേ, അത്രമാത്രമുള്ള പ്രഷർ അനുഭവിച്ചില്ലേ, അത്രമാത്രം വെല്ലുവിളിക്കുറി സഞ്ചരിച്ചില്ലേ. പക്ഷേ നമ്മൾ തളരാതെ വണ്ണം വീണ്ടും ഓജസ്സോടെ, വീണ്ടും ശക്തിയോടെ, ഓരോ ദിവസം ബലത്തോടെ വീണ്ടും ഓടാൻ തക്കവണ്ണം നമ്മെ പ്രാപ്തനാക്കിയത് യഹോവയുടെ ധൈര്യമല്ലേ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഞാൻ ഇതൊന്ന് പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ തന്നെ നമ്മുടെ ജീവിതത്തിൽ വന്ന സകല തളർച്ചകളെയും ഇന്ന് രാത്രി ദൈവം ധൈര്യം നൽകുകയാണ്. എനിക്ക് പല വാക്യത്തെ കോട്ടി വെച്ച് വേണം ഇത് പ്രസംഗിക്കാൻ, പക്ഷെ സമയത്തെ ഞാൻ ഭയപ്പെടുന്നതുകൊണ്ട് അല്പം നിങ്ങൾക്ക് ധൈര്യം തരാത്തക്കവരെ ഈ വാക്യം വന്നിരിക്കുന്നു. എവിടെയൊക്കെ തളർന്നു പോയോ, എവിടെയൊക്കെ ക്ഷീണിച്ചു പോയോ, എവിടെയൊക്കെ ഭാരപ്പെട്ടു പോയോ, അവിടെയൊക്കെ നമ്മെ ധൈര്യപ്പെടുത്തുന്നതാണ് നമ്മുടെ കർത്താവിൻ്റെ പദം. സ്തോത്രം. എനിക്ക് ഒരു രസകരമായ ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. ഈ യഹോവയായ ദൈവമെന്ന വാക്ക് ലോകത്തിൽ വെച്ച് ആദ്യം പറഞ്ഞ ഒരു വ്യക്തിയുണ്ട്. യഹോവയ ദൈവമെന്ന് മനുഷ്യനായിട്ട് പറയപ്പെട്ട ആദ്യത്തെ വ്യക്തി ഒന്ന് വായിക്കാമോ? അത് വായിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് അല്പം കൂടി ധൈര്യം വന്നിട്ട് ഞാൻ ബാക്കി പറഞ്ഞു നിർത്താം. 34 അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യമാണ് വായിച്ചത്. 34 1-ാമത്തെ വാക്യം. അനന്തരം മനുഷ്യൻ തന്റെ ഭാര്യയായ ഹവ്വായെ പരിചരിച്ചു, അവൾ ഗർഭം ധരിച്ച് കായീനെ പ്രസവിച്ചു. യഹോവയാൽ എനിക്കൊരു പുരുഷപ്രജ ലഭിച്ചു എന്ന് പറഞ്ഞ് പിന്നെ അവൾ അവന്റെ അനുജനായ ഹാബേലിനെ പ്രസവിച്ചു. ഹാബേൽ ഒന്നുകൂടി വായിച്ചാൽ യഹോവയാൽ എനിക്കൊരു പുരുഷപ്രജ ലഭിച്ചു. മതി. അപ്പൊ യഹോവ അല്ലെങ്കിൽ യാക്വേ എന്ന വാക്ക് ആദ്യം ഉപയോഗിച്ച വ്യക്തി ആരാ? ഒരു സഹോദരിയാണ്. സഹോദരി എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് സഹോദരിമാർക്ക് സന്തോഷമില്ല. ആദാം ആദ്യം ഉപയോഗിച്ചില്ല. അപ്പം ഞാൻ ഈ വചനം കിട്ടിയപ്പോൾ മുതൽ ചിന്തിക്കുകയാണ്, ഏറ്റവും തളർച്ച വരുന്ന, ക്ഷീണം വരുന്ന ആർക്കാ? സ്തോത്രം. പിടികിട്ടിയല്ലേ? ഈ ബീന 2 കുഞ്ഞുങ്ങൾ പ്രസവിച്ചു. അപ്പോൾ 2 പ്രസവം നിറഞ്ഞപ്പോൾ അച്ഛാ വയ്യ, അച്ഛാ മതി. സ്തോത്രം. അപ്പോൾ 2 കുഞ്ഞുങ്ങൾ പ്രസവിച്ചപ്പോൾ തന്നെ പുള്ളിക്കാരി തളർന്നുപോയി. ബൈബിൾ പറഞ്ഞ വാക്ക് നിങ്ങൾ സന്താന പുഷ്ടിയുള്ളവരായിട്ട് പെരുകാനാണ് ബൈബിൾ പറഞ്ഞ വാക്ക്. അപ്പം ഞാൻ നോക്കിയപ്പോൾ ഈ പെട്ടെന്ന് തളർന്നു പോകുന്ന വ്യക്തികൾ ആരാ? സാധാ നമ്മൾ പറയും എല്ലുകൊണ്ട് ഉണ്ടാക്കിയത് കൊണ്ടാണ് സ്ത്രീകളൊന്നും ആ വാടത്തില്ല. ചിലപ്പോൾ ശരിയായിരിക്കാം, ഞാൻ അവിടെ പോകുന്നില്ല. പക്ഷെ പെട്ടെന്ന് കരയുന്നതും പെട്ടെന്ന് വാടുന്നതും പെട്ടെന്ന് ക്ഷീണിക്കുന്നതും ഒക്കെ സഹോദരിമാരായതുകൊണ്ടായിരിക്കും. ലോകത്തിൽ വെച്ച് ആദ്യത്തെ സഹോദരിയായ ഹവ്വയാണ് ആദ്യം ഒരു വാക്ക് പറഞ്ഞത്. ജോസഫ് ചിരിച്ചു. എനിക്കറിയത്തില്ല എന്താണ് ജോസഫ് ചിരിച്ചതെന്ന് അറിയത്തില്ല. ചിരിച്ചോ ബ്രദർ? സ്തോത്ര. ചിരിച്ചില്ല. സ്തോത്ര. ഷീനാൻറ്റി പിന്നെ ചിരിയേ ഉള്ളൂ. സ്തോത്രം. പെട്ടെന്ന് വാടുന്നത് ക്ഷീണിക്കുന്ന മൊത്തം ആരാ? സഹോദരിമാരാണ്. അതുകൊണ്ട് ധൈര്യം കൊടുക്കുന്ന യഹോവ, യാക്വേ എന്ന പദം ആദ്യം ഉപയോഗിച്ചത് ഹവ്വയായിരുന്നു. അപ്പം നിങ്ങൾ ആദ്യമായിട്ടായിരിക്കും വചനം കേൾക്കുന്നല്ലേ? ആണോ? അല്ലയോ? പലരും നിങ്ങൾ ആദ്യമായിട്ട് തന്നെയാണ് കേൾക്കുന്നത്. സ്തോത്രം. അപ്പം ഓർത്തോടും ഞാൻ സഹോദരിമാരോടും അമ്മമാരോടും പറയാം,
നിങ്ങൾക്ക് ആണ് ആദ്യം കിട്ടിയ ഭാഗ്യം യഹോവ എന്ന വാക്ക് ഉപയോഗിക്കാൻ. ഇനി നിങ്ങൾ തളരരുത്. തളരുമോ? എനിക്ക് ഗ്യാരണ്ടി ഇതാ, ഇനി നിങ്ങൾ തളരരുത്. കാര്യം നിങ്ങൾക്കാണ്, സ്ത്രീ വർഗത്തിന് ആദ്യം യാഗുവ എന്ന വാക്ക് പറയാൻ ഭാഗ്യം ലഭിച്ചത് സ്ത്രീ വർഗത്തിനാണ്. അതുകൊണ്ടാണ് സദസ്യവാക്യത്ത് വന്നപ്പോൾ പറഞ്ഞ വാക്ക്, ജ്ഞാനമായുള്ളവൾ ഒരു വീട് പണിതു, അവയ്ക്ക് 7 തൂണുണ്ട്. അവ പണിയാൻ, ഉയർച്ചയിൽ കൊണ്ടുവരാൻ സ്ത്രീകൾക്ക് പറ്റൂ. ഇനി വേറൊരു വിഷയമുണ്ട്, അതിപ്പം പറയണ്ട. പോട്ടെ, സ്വത്രം. അതെ, നിങ്ങൾക്ക് അത് ഫില്ല് ദ ബ്ലാങ്ക്സ് ഓഫ് ദ സൂട്ടർ വേഴ്സ് നിങ്ങൾക്ക് മനസ്സിലായി. സ്വത്രം പേര്. അപ്പം ഓർത്തോണ്ട് യഹോവ എന്ന വാക്ക് ആ ഹൗവയ്ക്കാണ് ആദ്യം ലഭിച്ചത് പറയാൻ. യഹോവ എനിക്കൊരു പുരുഷ പ്രതിയെ തന്നു. ഇന്ന് രാത്രി ഞാൻ ആത്മാവിൽ പറഞ്ഞ് നിർത്താൻ ആഗ്രഹിക്കുന്നു. തളരുകയോ ക്ഷീണിക്കുകയോ ചെയ്യുന്ന മാതാവേ, സഹോദരി, കുഞ്ഞെ, നിന്നോട് ആത്മാവ് ഇന്ന് രാത്രി ഇടപെടുന്നു. അവൻ ദൈവം നിന്നെ ധൈര്യപ്പെടുത്താണ് വീടിനകത്താക്കി വെച്ചത്. നിന്റെ ഭർത്താവിനെ ധൈര്യപ്പെടുത്താൻ, നിന്റെ മക്കളെ ധൈര്യപ്പെടുത്താൻ, നിന്റെ കുടുംബത്തെ ധൈര്യപ്പെടുത്താൻ, ദേശത്തെ ധൈര്യപ്പെടുത്താൻ, സഭയെ ധൈര്യപ്പെടുത്താൻ, ഒരു സൊസൈറ്റി ധൈര്യപ്പെടുത്താൻ ദൈവം നിന്നെ ആക്കി വെച്ചിരിക്കുന്നു. അത് നിന്റെ നാവിനകത്ത് ആദ്യമെത്തുന്ന പദമാണ് സർവശക്തനായ യഹോവേ എന്ന പദം. ക്ഷീണിച്ചു പോകാതെ കരമടിച്ചു പറഞ്ഞ്, കർത്താവേ, ഇതൊന്ന് ഇംപ്ലിമെന്റ് ആക്കാൻ, ഇതൊന്ന് പ്രായോഗികത്തിൽ കൊണ്ടുവരാൻ, ഇതൊന്ന് കർത്താവിന്റെ വീട്ടിനകത്തേക്ക് ഉപയോഗിക്കാൻ, എന്റെ സഭയിൽ ഉപയോഗിക്കാൻ, എന്റെ കുഞ്ഞുങ്ങൾക്ക് ഉപയോഗിപ്പാൻ, എന്റെ ദേശത്ത് ഉപയോഗിപ്പാൻ ദൈവമേ എന്റെ ജീവിതത്തിന്മേൽ ആ ഒരു ഭാഗ്യം തരുമാറണമേ. ഞാൻ ഈ പോയിന്റ് വ്യക്തപ്പെട്ട് നിർത്താം. അത് കഴിഞ്ഞ് നമുക്ക് അടുത്ത ദിവസങ്ങൾ മറ്റൊരു ആശയത്തിൽ ചിന്തിക്കാം. ആമേ, 5ാമത്തെ ചിന്ത, ആമേ, അങ്ങയുടെ ബുദ്ധി കൗണ്ട് ചെയ്യാൻ അപ്രമേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥം അതിന് മെഷർമെന്റ് ചെയ്യാൻ പറ്റത്തില്ല. ഈ ലോകത്തിൽ ഒരു ശാസ്ത്രജ്ഞന്മാർക്കോ ഒരു വ്യക്തിക്കോ എൻ്റെ ദൈവത്തിൻ്റെ ബുദ്ധിയെ നിർണയിക്കാൻ പറ്റില്ല. ആമേ, നിർണയിക്കാൻ പറ്റാത്ത ബുദ്ധിയാണ് എൻ്റെ ദൈവത്തിൻ്റെ ബുദ്ധി. ഞാൻ അതുകൊണ്ട് ഈ വചനങ്ങളൊക്കെ ഞാൻ പഠിക്കുമ്പോഴേ ചില വിഷയങ്ങളൊന്നും ഞാൻ പ്രാർത്ഥിക്കത്തില്ല. ഞാനിങ്ങനെ പൊട്ടനെ പോകും നടക്കും. കാര്യം ഞാൻ പ്രാർത്ഥിച്ചാൽ ഒത്തുവരത്തില്ല. ഞാൻ എത്ര പറഞ്ഞാലും എനിക്കിഷ്ടമുള്ള ചിന്തയിലേക്ക് വരത്തില്ല. അത് പ്രാസം ചേർത്തോ അല്ലെങ്കിൽ വാചകം ചേർത്തോ പറഞ്ഞൊപ്പിക്കാൻ ചിലപ്പോൾ പറ്റുന്ന വരത്തില്ല. പക്ഷെ ഞാൻ ഒരു വാക്ക് പറയും, കർത്താവേ, എന്നെ അങ്ങേക്കറിയാം. അങ്ങേക്ക് എന്നെ അറിയാമെങ്കിൽ എനിക്ക് അങ്ങേ അറിയാം. എനിക്ക് എന്ത് വേണം, എനിക്ക് എന്ത് വേണ്ട, എൻ്റെ കുടുംബത്തിന് എന്ത് വേണം, എൻ്റെ കുടുംബത്തിന് എന്ത് വേണ്ട, എൻ്റെ കുഞ്ഞുങ്ങൾക്ക് എന്ത് വേണം, എന്ത് വേണ്ട, എൻ്റെ സഭയ്ക്ക് എന്ത് വേണം, എൻ്റെ ശുശ്രൂഷയ്ക്ക് എന്ത് വേണം, എൻ്റെ മുമ്പോട്ട് ഗമനത്തിന് എന്ത് വേണം എന്നതിനെക്കുറിച്ച് അറിയാവുന്ന ഒരുവൻ മാത്രം യഹോവയാണ്. അങ്ങയുടെ ബുദ്ധി അപ്രമേയമാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ചിലപ്പോൾ ഡയറിക്കകത്ത് പ്രാർത്ഥന വിഷയം എഴുതി ഡയറി തന്നെ 10-15 ഡയറിയായി. അതിനെക്കാട്ടി നല്ല ഒറ്റ കാര്യം, അപ്പോൾ അങ്ങയുടെ ബുദ്ധി അപ്രമേയമാണ്. നാളെ എന്ത് വേണമെന്ത് വേണ്ട, എൻ്റെ അടുത്ത തലമുറയ്ക്ക് എന്ത് വേണമെന്ത് വേണ്ട എന്നെക്കുറിച്ച് വളരെ നിർണയിച്ചു വച്ചിരിക്കുന്ന ഒരുവനുണ്ടെങ്കിൽ അത് എൻ്റെ സർവജ്ഞാനിയായ കർത്താവാണ്. ഇന്ന് ഈ ദൈവശബ്ദം കേൾക്കുന്ന ദൈവമക്കളോട് പറയാം, ആമേ, നാം വായിച്ച 5ാമത്തെ പോയിന്റ്, എൻ്റെ കർത്താവിൻ്റെ ബുദ്ധി അപ്രമേയമാണ്. ഞാൻ പലപ്പോഴും അത് പിന്നെ ഞാൻ ഒരു പ്രാവശ്യം ആ വിഷയത്തെക്കുറിച്ച് ധ്യാനിക്കാൻ പറ്റുമെന്ന് തോന്നുന്നു. 6ാമത്തെ വാക്ക്, ശക്തി കൊടുക്കുന്ന ഒരു പ്രൊഡക്ഷൻ മാനേജരാണ്. ആർക്കൊക്കെ ശക്തി ഇല്ലയോ അവർക്ക് അവരുടെ സമയത്ത് ശക്തി കൊടുത്ത് അവരെ ബലപ്പെടുത്തി യാത്ര ചെയ്യും. അത് ഏറ്റവും കൂടുതൽ അനുഭവിച്ചത് ദാവീദാണ്. അതുകൊണ്ടാണ് ബൈബിൾ ഒരു വാക്ക് പറയുന്നുണ്ട്, ദാവീദ് പോയിടത്തൊക്കെയും ദൈവം ദാവീദിന് വിജയം കൊടുത്തുവെങ്കിൽ ദാവീദിന് യുദ്ധം ചെയ്യാൻ പ്രാപ്തി കൊടുത്തതെല്ലാം യഹോവയുടെ ശക്തിയായിരുന്നു. അങ്ങനെ എങ്കിൽ ഇന്ന് രാത്രിയിൽ ഈ ദൈവശബ്ദങ്ങൾ ദൈവമക്കൾ ഞാൻ പറയുന്നു, നിങ്ങൾക്കും ശക്തി തരാൻ തക്കവണ്ണം പറ്റുന്ന ഒരു ഉറവിടം സ്വർഗത്തിലെ കർത്താവ് മാത്രമാണ്. ഇനി 7ാമത്തെ വാക്ക്, ബലമില്ലാത്തവന് ഇൻക്രീസ് ഓഫ് ദ സ്ട്രെങ്ത്, ഇൻക്രീസ് ചെയ്യുന്നു. നമ്മുടെ ബലം വർദ്ധിപ്പിക്കാൻ നമ്മൾ അവക്കാഡോ കഴിക്കുന്നു, ഫ്രൂട്ട്സ് കഴിക്കുന്നു, ഡ്രൈ ഫ്രൂട്ട്സ് കഴിക്കുന്നു, പല ബൂസ്റ്റും പലതും കഴിച്ച് നമ്മളൊന്ന്
അതൊന്ന് അപ്ഗ്രേഡ് ചെയ്യാൻ, നമ്മുടെ ആരോഗ്യം അപ്ഗ്രേഡ് ചെയ്യാൻ ശ്രമിക്കുന്നു. അതെല്ലാം നല്ലത് തന്നെയാണ്. കഴിച്ചുകൊള്ളും, കിട്ടിടത്തോളം കഴിച്ചുകൊള്ളും. അതിനകത്ത് ഞാൻ സപ്പോർട്ട് ചെയ്യുന്നു. ബട്ട് നമുക്കൂടെ ഇവിടെ സ്ട്രെങ്ത് ഇൻക്രീസ് ചെയ്യാൻ ഇൻക്രീസ് അല്ലെങ്കിൽ ബലം വർദ്ധിപ്പിക്കാൻ, ബലമെന്ന് പറയാൻ ഒരിടമേ ഉള്ളൂ, അത് കർത്താവിൽ നിന്ന് മാത്രമേ ഉള്ളൂ. പ്രൈസ് ഗോഡ്. ഞാനൊരു പ്രവചന ശബ്ദം കൂടി പറഞ്ഞ് പ്രാർത്ഥിക്കാം. എൻ്റെ ജനത്തിൻ്റെ ആയുസ്സിനെ വൃക്ഷത്തിൻ്റെ ആയുസ് പോലെ ആക്കും. ദ ഇൻക്രീസ്. ദൈവം നമ്മുടെ ആരോഗ്യത്തെ ഇൻക്രീസ് ചെയ്യുന്നു, നമ്മുടെ ആയുസ്സിനെ ഇൻക്രീസ് ചെയ്യുന്നു, നമ്മുടെ ശരീരത്തെ ഇൻക്രീസ് ചെയ്യുന്നു, നമ്മുടെ സകല മേഘ ഇൻക്രീസ് ചെയ്ത് ശക്തി, ബലം ദൈവം വർദ്ധിപ്പിക്കുന്നു. ഞാനിത് പറയുമ്പോൾ നിങ്ങളുടെ ശരീരത്തിലുള്ള രോഗങ്ങൾ, നിങ്ങളുടെ ക്ലേശങ്ങൾ, നമ്മെ ഭരിക്കുന്ന ചില ഭയത്തിൻ്റെ കെട്ടുകൾ ഇന്ന് രാത്രി ദൈവം എടുത്ത് മാറ്റുമെന്ന് വിശ്വസിക്കാമോ? ബലമില്ലാത്തവനും ശക്തിയില്ലാത്തവനും അത് ശക്തിയെ വർദ്ധിപ്പിക്കുന്ന വാക്ക് നമുക്ക് ഇന്ന് രാത്രി അത് യാഹ്വേ യഹോവയുടെ പക്കലാണെങ്കിൽ, ഞാൻ ആത്മാവിൽ പറയാം, നിങ്ങൾക്കൊരു ആയുസ് കർത്താവ് പ്രഖ്യാപിക്കുന്നുണ്ട്. നിങ്ങളുടെ ആരോഗ്യത്തെ കർത്താവ് വർദ്ധിപ്പിക്കുന്നുണ്ട്. ക്ഷീണത്തെ ദൈവം മാറ്റുന്നുണ്ട്. എല്ലാ ക്ലേശത്തെയും കർത്താവ് മാറ്റുന്നുണ്ട്. ആത്മാവിൽ പറയാം, ദൈവം ഇന്ന് രാത്രിയിൽ ഈ സന്ദേശങ്ങൾക്ക് ദൈവമക്കൾക്ക് ഒരാത്മാവിൽ ദൈവ ധൈര്യത്തെ, സൗഖ്യത്തെ, ബലത്തെ ദൈവം പകർന്ന് കരമടിച്ച് എല്ലാവരും അല്പ നിമിഷം അൺമ്യൂട്ട് ചെയ്യാമോ? ഈ ദൂതുകൾ വെച്ചൊന്ന് അന്യഭാഷയിൽ പ്രാർത്ഥിക്കാമോ? യെസ്, ശബ്ദം ഉയർത്തി ആത്മാവിൽ. ഇൻക്രീസ് ആകട്ടെ. ബലം, 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 ആരോഗ്യം, ശക്തി. ഓ വർത്തിക്കട്ടെ, ശബ്ദത്തോട് വർത്തിക്കട്ടെ. ഓ തീ അഭിഷേകത്തെത്തിയ ഭവനത്തിനകത്ത് ഈ ഉപാസത്തിന്റെ 9ാമത്തെ രാത്രി ആ ഭവനത്തിൽ ശബ്ദമാ ഇൻക്രീസ് ചെയ്യുന്നു. അവൻ ബലം വർദ്ധിപ്പിക്കുന്നു, അവൻ ശക്തി വർദ്ധിപ്പിക്കുന്നു, അവൻ ആരോഗ്യം വർദ്ധിപ്പിക്കുന്നു, സമ്പത്തിന് വർദ്ധിപ്പിക്കുന്നു, എല്ലാം വർദ്ധിപ്പിക്കുന്നു, ആയുഷിനെ വർദ്ധിപ്പിക്കുന്നു, ആരോഗ്യം വർദ്ധിപ്പിക്കുന്നു, എല്ലാം ക്ഷീണം മാറ്റുകയാണ്. എല്ലാം എല്ലാ ഭയത്തെ മാറ്റുന്നു, എല്ലാ ക്ലേശം മാറ്റുന്നു, എല്ലാ ക്ലേശത്തെ മാറ്റുന്നു. ധൈര്യം. ഓ